ഞാനൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് സ്റ്റേഷനാണ്. അങ്ങനെയാണ് ഞാൻ ഇവോക്കിനെ സമീപിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 3-4 ഇതിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവോക്കിന്റെ സർവീസും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി. ഏത് സമയത്തും വിളിച്ചാൽ കിട്ടുന്ന ഒരു കസ്റ്റമർ സർവീസും അതിന്റെ മാനേജിങ് ഡയറക്ടർമാരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ബാക്കിയുള്ള സ്റ്റേഷനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഒരേ സമയം 2 വണ്ടി വരെ ചാർജ് ചെയ്യാൻ പറ്റുന്ന 60 കിലോ വാട്ടിന്റെ ചാർജിങ് സ്റ്റേഷനാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അത് 240 കിലോ വാട്ട് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ചാർജിങ് സ്റ്റേഷൻ. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരുന്നു. അപ്പം EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാമെന്നുള്ളൊരു തോട്ട് വന്നപ്പം we were kind of researching about all the EV stations. കേരളത്തിൽ ഓരോ EV സ്റ്റേഷൻസും കമ്പനീസിനെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്തു. സോ ഇല്ലതിൽ ഏറ്റവും നല്ലതും കുറച്ച് റീസണബിൾ ആയ ഒരു EV കമ്പനിയായിട്ട് തോന്നി ഇവിഒക്കെ. സോ അങ്ങനെയാണ് നമ്മളിവിടെ ബത്തേരിയിൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയത്. നമസ്കാരം, എൻ്റെ പേര് ഉത്തമൻ. ഞാൻ ആക്ച്വലി എൻ്റെ വീട് ബത്തേരിയാണ്. അപ്പം പലപ്പോഴായി ഞാനൊരു EV ഓണർ കൂടിയാണ്. ഞാൻ ഇവിഒക്കെ ഒരു മെമ്പറും കൂടിയാണ്. നമ്മളിവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ പുതിയതായിട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും അന്വേഷിക്കുകയും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും, ഞാൻ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി വർക്ക് ചെയ്യുന്ന എറണാകുളത്ത് തന്നെയാണ്, വീട് വയനാടാണ്. ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമ്മ്യൂണിറ്റി കൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതും പോകുന്നതും പലപ്പോഴായിട്ട് ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ രീതിയിൽ ചാർജിങ് സ്റ്റേഷനുകൾ അന്വേഷിച്ചപ്പോഴും ഈ ഏരിയയിലൊരു ലഭ്യതയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ പുതിയതായിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ എൻ്റെ ബ്രദർ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം അതിന് ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ് ഇന്ന്. അപ്പം നമ്മൾ പല ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിഒക്കെ ഇതുമായിട്ടുള്ള പ്രൊജറിന്റെ അടുത്താണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ അദ്ദേഹം പറഞ്ഞു തരികയും അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയതും നമ്മളിവിടെ ഒരു പുതിയ ചാർജിങ് സ്റ്റേഷൻ ഈ സംരംഭം എന്ന് തുടങ്ങുന്നത്. നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ചാർജിങ് സ്റ്റേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവോക്കിനെ നിങ്ങൾ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു.